ഇറങ്ങിയേക്കുവാണെങ്കിൽ എല്ലാം നിയമസഭയുടെ നടുത്തളം. സാധാരണ ഇവിടെ ഇറങ്ങാൻ പാടില്ല. പിന്നെ സ്വഭാവം മാറും സമയം. ഇത് എഴുതി എടുക്കുന്നത് സഭാ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതാണ്. അത് സ്പീക്കർ ഇരിക്കുന്ന മുകളിൽ സെക്രട്ടറി, നേരത്തെ കണ്ട സ്പീക്കർ സെക്രട്ടറി താഴെ. ഈ സഭാ ഡോക്യുമെന്റ് എഴുതി എടുക്കുന്നവരാണ്. അത് ഷോർട്ട് ഹാൻഡിലാണ്. ഷോർട്ട് ഹാൻഡിൽ എഴുതുന്ന ഒരാളാണ് ഇത്. പിന്നെ നമ്മുടെ ഇരിപ്പിടം ഒരുക്കിയുള്ളത് ആ സ്പീക്കറാണ്. ഇരിക്കുന്നത് ഒന്നാമത്തെ പിന്നീട് അങ്ങോട്ട് മന്ത്രി കെ രാജൻ, റവന്യൂ മന്ത്രി, റോഷി അഗസ്റ്റിൻ, അങ്ങനെ മന്ത്രിമാരുടെ നിരയാണ് ഒന്നാമത്തെ നിരയിൽ. രണ്ട് നിരയും മന്ത്രിമാരാണ്. ഈ സൈഡിൽ ഇരിക്കുന്നത് ആദ്യത്തെ കസേര ഇരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. രണ്ടാമത്തെ കസേരയിലാണ് പ്രതിപക്ഷ നേതാവ്. മൂന്നാമത്തെ കസേരയിൽ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, UDF കക്ഷി. അപ്പോൾ നമ്മൾ ഒരു ഒറ്റയ്ക്ക് നോക്കിയാൽ ഒരു സൈഡിൽ ഭരണപക്ഷം എന്നും ഒരു സൈഡിൽ പ്രതിപക്ഷം തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു 75 ഡിഗ്രി വരെയൊക്കെ ഉള്ള ആളുകളൊക്കെ, ഒരു 99 ആളുകൾ ഇതാണ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അല്ല, ഞാനിപ്പോൾ പറയായിരുന്നു, മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ആദ്യമായിട്ട് ഇത് കാണുന്ന സമയത്ത് ഭയങ്കര രസമുള്ളൊരു ഫീലാണ്. ഞാനിത് TV യിൽ തന്നെ, എല്ലാവരെയും പോലെ TV യിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം. കാണാനായിട്ടും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടും ഇവിടെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം, ഞാനങ്ങനെ ചെറുപ്പത്തിൽ എല്ലാവരെയും പോലെ ബാലരമയും ബാലഭൂമിയൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ അപ്പൻ്റെ കയ്യിൽ ചില പുസ്തകങ്ങളുണ്ടായിരുന്നു. ഒരു 1979 പാത്തുമ്മയുടെ ആടും 84 പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു മുച്ചുറ്റുകളിക്കാരൻ്റെ മകളും. അപ്പം ഇതൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. പിന്നെ അതല്ലാതെ എൻ്റെ വായന എക്സ്പീരിയൻസുകൾ സത്യം പറഞ്ഞാൽ മലയാളം സെക്കൻഡും ഇംഗ്ലീഷ് സെക്കൻഡിലും ഉള്ളതായിരുന്നു. പിന്നെ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ കുറച്ചെങ്കിലും ഒരു ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കളഞ്ഞു കിട്ടിയ പുസ്തകത്തിൽ നിന്ന് അതിപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വായന തുടങ്ങുന്നത്. അത് ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വായന ഉണ്ടായിരുന്നു. അതുകഴിഞ്ഞ് സിനിമയിൽ കയറുന്ന സമയത്താണെങ്കിലും ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഒതുങ്ങിയിരുന്ന, അന്ന് നമുക്ക് അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തതായിട്ട് ഒതുങ്ങിയിരുന്നുള്ള വായനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കളിയാക്കും. അത് കാരണം കൊണ്ട് നമ്മൾ നെഗറ്റീവ് അതിനകത്തിരുന്ന് വായിക്കാൻ പറ്റുമ്പോൾ വായിക്കുന്നുണ്ടെന്നല്ലാതെ അതല്ലാതെ ഏറ്റവും എനിക്ക് ഭയങ്കര സൈലൻസും ഒക്കെ ഉള്ളപ്പോൾ വായിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കല്യാണം കഴിഞ്ഞു കുട്ടികളായതുകൊണ്ടിട്ട് വായന പണ്ടുണ്ടായിരുന്നു, എൻ്റെ പകുതിയായി. പക്ഷേ ഞാനിപ്പോൾ ഒരു ദിവസം ഒരു ഇത്ര സമയമെങ്കിലും വായിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നല്ല വായന നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാനിരുന്ന് വായിക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങി വായിച്ച പുസ്തകങ്ങളുടെ, ഇനിയും വായിക്കാനുള്ള പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ എനിക്കൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് ഞാൻ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും അത് പുസ്തകങ്ങൾ എന്നെ അതിന് വായിക്കാനായിട്ട് ഞാൻ പാകപ്പെടുന്ന സമയത്ത് തിരഞ്ഞെടുക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ള അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്.